ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ? ഇതുവരെയുള്ള ഒരു എൻവയോൺമെന്റിലല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണല്ലേ ഇപ്പൊ നിങ്ങളുള്ളത്. 10th കഴിഞ്ഞ് ഏത് സ്ട്രീമിലേക്ക് പോകണം എന്ന് ഡിസൈഡ് ചെയ്ത് കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഇനി സയൻസിൽ തന്നെ ബയോ സയൻസ് ആണോ, VHSC ആണോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഒരു സ്ട്രീം സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പം മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സയൻസ് ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും. കൊമേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻസ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി അതല്ല, ജേർണലിസം, സൈക്കോളജി അങ്ങനത്തതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടാവും അല്ലെ. ഇതുവരെ നമ്മൾ പഠിച്ച പോലല്ല ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10th വരെ നമ്മളൊരു മോഡറേറ്റ് ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. 8th വരെ നമ്മൾ തട്ടിമുട്ടിയും പഠിച്ച് 9th എത്തിയപ്പോഴും വലിയ കുഴപ്പമില്ല. ആൻഡ് 10th പബ്ലിക് എക്സാമിനായിരിക്കും നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുക. +1ലും അതുപോലെ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. കാരണം അതുപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. +2ന്റെ മാർക്കിന്റെ പോലെ തന്നെ +1ന്റെ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ +2 റിസൾട്ട് വരുമ്പോൾ നമ്മുടെ +1 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോട്ടൽ മാർക്ക് ഉണ്ടാവുക. സോ നമ്മൾ +1ൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് +2 നല്ല ഈസി ആയിട്ട് പാസ് ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 10th നമ്മൾ പാസ് പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% എബവ് ആണ് ടോട്ടൽ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. പക്ഷെ +2 പാസ് പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ 80 to 90 ആയിരിക്കും നമ്മുടെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ തോൽക്കുന്നുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 10th സബ്ജക്റ്റും +2 +1 സബ്ജക്റ്റും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. 10th നമ്മൾ 10 സബ്ജക്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഹയർ സെക്കൻഡറി എത്തിക്കഴിഞ്ഞാൽ അത് 6 സബ്ജക്റ്റ് ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കണ്ടന്റ് അത്രത്തോളം വാസ്റ്റ് ആവാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊമേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് സബ്ജക്റ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. അക്കൗണ്ടൻസി ആയാലും ബിസിനസ് സ്റ്റഡീസ് ആയാലും എക്കണോമിക്സ് ആയാലും, എക്കണോമിക്സിൽ നമ്മൾ കുറച്ച് സോഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. സോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഇനി മുന്നോട്ട് പോവേണ്ടത്. ഒരിക്കലും 10th അല്ലെങ്കിൽ 9th ആ ഒരു ലാഘവത്തോട് കൂടിയിട്ട് നമ്മൾ +1 ആൻഡ് +2 കാണരുത്. വളരെ സീരിയസോട് കൂടിയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പോകണം.